ഇന്നത്തെ സമഗ്ര റിപ്പോർട്ടുകളുമായി 1 PM ന്യൂസ് ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. ശബരിമല പരാമർശിച്ചുള്ള പാരഡി ഗാനത്തിൽ കേസെടുത്തതിൽ വിമർശനം ഉയരുമ്പോഴും നടപടി കടുപ്പിക്കുകയാണ് പോലീസ്. വിവരശേഖരണത്തിന്റെ ഭാഗമായി സൈബർ പോലീസ് മെറ്റയ്ക്ക് കത്തയച്ചു. പരാതിക്കാരന്റെ മൊഴി രേഖപ്പെടുത്തിയ ശേഷം പ്രതികളെ ചോദ്യം ചെയ്യും. സംഘപരിവാറിന്റെ അതേ കളിയാണ് കേരളത്തിൽ LDF കളിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ വിമർശിച്ചു. പാരഡി ഗാനത്തിൽ കേസെടുത്തതിനു പിന്നാലെ തുടർ നീക്കവുമായി പോലീസ്. ഗാനത്തിന് പിന്നിൽ ഗൂഢാലോചന ഉണ്ടോ എന്നതുൾപ്പെടെ അന്വേഷണ പരിധിയിലുണ്ട്. വിവരശേഖരണത്തിന്റെ ഭാഗമായി പോലീസ് ഫേസ്ബുക്ക് മാതൃകാ കമ്പനി മെറ്റയ്ക്ക് കത്ത് കൈമാറി. പരാതിക്കാരനായ തിരുവാഭരണപാത സംരക്ഷണ സമിതി ജനറൽ സെക്രട്ടറി പ്രസാദ് കുഴിക്കാലയുടെ മൊഴി ഉടൻ രേഖപ്പെടുത്തും. പരാതിക്കാരന്റെ മൊഴി രേഖപ്പെടുത്തിയ ശേഷം പ്രതിയുടെ മൊഴിയും എടുക്കും. വിശ്വാസത്തെയോ ദൈവത്തെയോ കളിയാക്കുന്നത് അംഗീകരിക്കാൻ കഴിയില്ലെന്നാണ് CPIM-ന്റെ നിലപാട്. വിശ്വാസത്തെ വ്രണപ്പെടുത്തുകയോ വ്യക്തികളെ വ്യക്തിഹത്യ ചെയ്യുകയോ ചെയ്യുന്ന പാട്ട് ഒഴിവാക്കുന്നതായിരിക്കും ഒരു മതസൗഹാർദ്ദത്തിനും സാഹോദര്യത്തിനും ഉതകുന്നത്. അതിന് ഘടകവിരുദ്ധമായി ഉണ്ടായാൽ അത് ഒഴിവാക്കപ്പെടേണ്ടതാണ്. പാരഡി ഗാനത്തിനെതിരായ നടപടിയെ വിമർശിച്ച ഇന്ന് UDF നേതാക്കൾ രംഗത്തു വന്നു. ഇവിടെ 21-ാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ വിവരക്കേട്, ഏറ്റവും വലിയ തമാശ, ആ തമാശയാണ് മാർക്സിസ്റ്റ് പാർട്ടി ഇതിനെതിരെ കേസെടുത്ത് ഗാനം എഴുതിയ, ഗാനം ട്യൂൺ ചെയ്ത, ഗാനം ആലപിച്ച എല്ലാവരെയും അറസ്റ്റ് ചെയ്യും എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇത് കേരളത്തിന്, സാംസ്കാരിക കേരളത്തിന് അപമാനകരമാണ്. ഞങ്ങളിത് പരിഹാസത്തോടു കൂടിയാണ് ഇതിനെ നോക്കിക്കാണുന്നത്. ഗൗരവത്തോടു കൂടിയല്ല, പരിഹാസത്തോടു കൂടി ഈ കേസെടുത്തതിന് ഞങ്ങളതിനെ നിയമപരമായും രാഷ്ട്രീയമായും നേരിടും. തെരഞ്ഞെടുപ്പ് കഴിയും വരെ CPIM-ന് വിശ്വാസം പ്രശ്നമായിരുന്നില്ലെന്ന് BJP നേതാവ് V മുരളീധരൻ കുറ്റപ്പെടുത്തി. തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഇതിൽ വിശ്വാസത്തിന്റെ പ്രശ്നം വന്നിട്ടില്ലേ? തെരഞ്ഞെടുപ്പിൽ തോറ്റു കഴിഞ്ഞപ്പോഴാണ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് തോന്നിയത് ഇതിൽ വിശ്വാസത്തിന്റെ പ്രശ്നമുണ്ട്. തെരഞ്ഞെടുപ്പിൽ ജയിച്ചിരുന്നുവെങ്കിൽ ഈ പ്രശ്നവുമായിട്ടും മാർക്സിസ്റ്റ് പാർട്ടി ബന്ധപ്പെടുത്തില്ലേ? കേസെടുത്തെങ്കിലും കോടതിയിൽ നിലനിൽക്കുമോ എന്നതിലുൾപ്പെടെ CPIM-നുള്ളിൽ ഭിന്നാഭിപ്രായമുണ്ടെന്നാണ് വിവരം. 24 തിരുവനന്തപുരം. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ മുൻ ദേവസ്വം സെക്രട്ടറി S ജയശ്രീയുടെ അറസ്റ്റ് സുപ്രീം കോടതി തടഞ്ഞു. അടുത്ത മാസം അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകാൻ സുപ്രീം കോടതി നിർദ്ദേശം നൽകി. കേസിൽ അറസ്റ്റിലായ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് A പത്മകുമാറിന്റെ റിമാൻഡ് കാലാവധി ഈ മാസം 30 വരെ നീട്ടി. ദ്വാരപാലക സ്വർണ്ണപ്പാളി കേസിലാണ് റിമാൻഡ് കാലാവധി നീട്ടിയത്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ പ്രതിയായ മുൻ ദേവസ്വം ബോർഡ് സെക്രട്ടറി S ജയശ്രീക്ക് സുപ്രീം കോടതി വിധി താൽക്കാലിക ആശ്വാസമായി. അടുത്ത മാസം 8, 9 തീയതികളിൽ അന്വേഷണ ഉദ്യോഗസ്ഥന് മുൻപിൽ ഹാജരാകാനും ജയശ്രീയോട് കോടതി നിർദ്ദേശിച്ചു. ആരോഗ്യ കാരണങ്ങൾ പരിഗണിച്ചാണ് ജസ്റ്റിസ് ദീപാശങ്കർ ദത്തയുടെ നേതൃത്വത്തിലുള്ള ബെഞ്ചിന്റെ തീരുമാനം. അതേസമയം ശബരിമല ദ്വാരപാലക കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് A പത്മകുമാറിന്റെ റിമാൻഡ് കാലാവധി കൊല്ലം വിജിലൻസ് കോടതി ഈ മാസം 30 വരെ നീട്ടി. A പത്മകുമാറിന്റെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും ജാമ്യാപേക്ഷ ഈ മാസം 30-ന് വീണ്ടും പരിഗണിക്കും. എന്നാൽ കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ ദേവസ്വം ബോർഡ് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ശ്രീകുമാറിനെ ഉടൻ കസ്റ്റഡിയിൽ വാങ്ങേണ്ടെന്ന തീരുമാനത്തിലാണ് അന്വേഷണ സംഘം. സ്വർണ്ണപ്പാളി വിഷയത്തിൽ അന്വേഷണം CPIM നേതാവും MLA-യുമായ കടകംപള്ളി സുരേന്ദ്രനിലേക്ക് എത്തണമെന്ന് BJP നേതാവ് V മുരളീധരൻ പറഞ്ഞു. 24 ഡൽഹി, കൊല്ലം. നടിയെ ആക്രമിച്ച കേസിൽ 8ാം പ്രതിയായിരുന്ന ദിലീപിന്റെ പാസ്പോർട്ട് തിരികെ നൽകും. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടേതാണ് ഉത്തരവ്. കേസിൽ കുറ്റമുക്തനാക്കപ്പെട്ടതോടെ ജാമ്യ ബോണ്ടുകൾ അവസാനിച്ചുവെന്ന് കോടതി വ്യക്തമാക്കി. കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ അതിജീവിതയ്ക്കെതിരായ സൈബർ ആക്രമണത്തിൽ കർശന നടപടിയുമായി പോലീസ്. അതിജീവിതയുടെ പേര് വെളിപ്പെടുത്തിയുള്ള വീഡിയോയിൽ നടിയെ ആക്രമിച്ച കേസിലെ 2ാം പ്രതി മാർട്ടിൻ ആന്റണിക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തു. തൃശൂർ സൈബർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിന്റെ അന്വേഷണം ജില്ലാ ക്രൈംബ്രാഞ്ചിന് കൈമാറി. ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചതിൽ ഗൂഢാലോചനയുണ്ടോ എന്ന് അന്വേഷിക്കും എന്ന് പോലീസ് വ്യക്തമാക്കി. നടിയെ ആക്രമിച്ച കേസിൽ അതിജീവിതയ്ക്കെതിരെ തുടർച്ചയായുള്ള അപവാദ പ്രചാരണത്തിൽ കർശന നടപടിയുമായി മുന്നോട്ടു പോകാനാണ് സർക്കാർ തീരുമാനം. സൈബർ ആക്രമണങ്ങളിൽ കഴിഞ്ഞ ദിവസം നേരിട്ട് അതിജീവിത മുഖ്യമന്ത്രിയെ കണ്ടു നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അതിവേഗ നടപടി. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അപകീർത്തി പരാമർശങ്ങളടങ്ങുന്ന വീഡിയോ പ്രചരിപ്പിച്ച നടിയെ ആക്രമിച്ച കേസിലെ 2ാം പ്രതി മാർട്ടിൻ അടക്കമുള്ളവർക്കെതിരെ ജാമ്യമില്ലാ കുറ്റം ചുമത്തി കേസെടുത്തു. ഇൻവെസ്റ്റിഗേഷൻ ഒരു സ്പെഷ്യൽ സംഘത്തെ നമ്മൾ നിയമിച്ചിട്ട് ഒരു ഇംപാർഷ്യലും പ്രോപ്പർ ഇൻവെസ്റ്റിഗേഷൻ നടക്കാൻ പോവുകയാണ്. ഇതിൻ്റെ അകത്ത് ഈ വീഡിയോ പ്രൊഡ്യൂസ് ചെയ്ത ആൾക്കാർക്ക്, വീഡിയോ ഷൂട്ട് ചെയ്ത ആൾക്കാർക്ക്, അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ സർക്കുലേഷനും ഡിസ്ട്രിബ്യൂഷൻ ചെയ്ത ആൾക്കാർക്ക് ആർക്കാണ് അതെല്ലാം നോക്കിയിട്ട് അത് ബന്ധപ്പെട്ട് നമുക്ക് കൃത്യമായിട്ട് ലീഗൽ നടപടികൾ എടുക്കാൻ പോവുകയാണ്.
ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇതുവരെ 130ൻ്റെ മേളിൽ ലിങ്ക്സ് ടേക്ക് ഡൗൺ ചെയ്യാൻ വേണ്ടി റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട്. തൃശൂർ സൈബർ പോലീസിൽ രജിസ്റ്റർ ചെയ്ത കേസിന്റെ അന്വേഷണം ജില്ലാ ക്രൈംബ്രാഞ്ചിന് കൈമാറി. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിച്ച വീഡിയോകളും അപവാദ പ്രചാരണങ്ങളും ഒഴിവാക്കാൻ അന്വേഷണ സംഘം ഇതിനോടകം തന്നെ യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം അധികൃതർക്ക് നോട്ടീസ് നൽകി. സാമൂഹ്യ മാധ്യമങ്ങളിൽ നിന്നും അതിജീവിതയെ അപകീർത്തിപ്പെടുത്തുന്ന ലിങ്കുകൾ റിമൂവ് ചെയ്യണമെന്ന് കാട്ടി 27 പേർക്കും നോട്ടീസ് നൽകിയിട്ടുണ്ട്. 24 തൃശൂർ. ടി പി ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതികളായ കൊടിസുനിയും അണ്ണൻ സിജിത്ത് എന്നിവരിൽ നിന്നുൾപ്പെടെ ജയിൽ DIG MK വിനോദ് കുമാർ കൈക്കൂലി വാങ്ങിയെന്ന് വിജിലൻസ് കണ്ടെത്തൽ. ലക്ഷങ്ങൾ കൈക്കൂലിപ്പണമായി DIGയുടെയും ഭാര്യയുടെയും അക്കൗണ്ടിലെത്തി. പണം വാങ്ങി തടവുകാർക്ക് അനധികൃതമായി സൗകര്യങ്ങൾ ചെയ്തെന്ന കണ്ടെത്തലിൽ ജയിൽ DIG MK വിനോദ് കുമാറിനെ സസ്പെൻഡ് ചെയ്യും. കൊടിസുനി, അണ്ണൻ സിജിത്ത് എന്നിവരിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും ജയിൽ DIG MK വിനോദ് കുമാർ കൈക്കൂലി വാങ്ങിയതിന്റെ തെളിവുകൾ വിജിലൻസിന് ലഭിച്ചു. സിജിത്തിനെ DIG വിളിച്ചതിന്റെ ഫോൺ രേഖകൾ ശേഖരിച്ചു. 10ലധികം തടവുകാരിൽ നിന്ന് കൈക്കൂലി വാങ്ങിയെന്നും അനധികൃത പരോൾ അനുവദിച്ചെന്നുമാണ് കണ്ടെത്തൽ. ഒരു മാസത്തിനിടെ 30 ലക്ഷം മുതൽ 40 ലക്ഷം വരെ MK വിനോദ് കുമാറിന്റെയും ഭാര്യയുടെയും അക്കൗണ്ടിലെത്തി. പണം കൈമാറിയ പ്രതികൾക്ക് പിന്നീട് പരോൾ ലഭിച്ചു. ലഹരി ഉൾപ്പെടെ ജയിലിലേക്ക് കടത്താൻ സഹായിച്ചതായും സംശയിക്കുന്നു. വിയൂർ ജയിലിലെ തടവുകാർക്ക് സൗകര്യങ്ങൾ ചെയ്യുന്നതിനായി വിരമിച്ച ഉദ്യോഗസ്ഥനെ ഏജന്റാക്കി പണം വാങ്ങിയതിലും തെളിവുകൾ ലഭിച്ചു. DIGക്കെതിരെ നടപടി ആവശ്യപ്പെട്ട വിജിലൻസ് മേധാവി മനോജ് എബ്രഹാം ഇന്ന് സർക്കാരിന് റിപ്പോർട്ട് നൽകും. റിപ്പോർട്ട് പരിഗണിച്ചായിരിക്കും അച്ചടക്ക നടപടി. 24 തിരുവനന്തപുരം. മലപ്പുറത്തിനെതിരായ വിദ്വേഷ പരാമർശത്തിൽ ഉറച്ചും മുസ്ലിം ലീഗിനെ കടന്നാക്രമിച്ചും SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. ലീഗിന് ധാർഷ്ട്യവും അഹങ്കാരവുമാണെന്നും എല്ലാം മലപ്പുറത്തേക്ക് ഊറ്റിയെടുക്കുകയാണെന്നും വെള്ളാപ്പള്ളി നടേശൻ കുറ്റപ്പെടുത്തി. നടന്ന് കാല് തേഞ്ഞതല്ലാതെ NDAയിൽ നിന്നിട്ട് BDJSന് ഒന്നും കിട്ടിയില്ലെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. മലപ്പുറം പരാമർശം വിവാദമായതിനു പിന്നാലെ ലീഗിനെതിരെ അതിരൂക്ഷ വിമർശനം ആവർത്തിക്കുകയാണ് വെള്ളാപ്പള്ളി നടേശൻ. അധികാരങ്ങളും അവകാശങ്ങളും മലപ്പുറത്തേക്ക് ഊറ്റിയെടുക്കുകയാണ് ലീഗ്. മതസൗഹാർദ്ദം തകർത്ത് മതവിദ്വേഷം വളർത്താനാണ് ലീഗിന്റെ ശ്രമമെന്നും ആരോപണം. ജനാധിപത്യത്തെ ഹൈജാക്ക് ചെയ്തവരല്ലേ, ജനാധിപത്യ കശാപ്പ് ചെയ്തവരാണ് ലീഗുകാർ. അവിടെ ദാർഢ്യവും അഹങ്കാരവും മണി പവറും മസിൽ പവറും മാൻ പവറും ഉണ്ട്. ലീഗ് എന്ന് പറഞ്ഞാൽ അത് മലപ്പുറം പാർട്ടിയാണ്. ആ മലപ്പുറം പാർട്ടി മലപ്പുറത്തേക്ക് എല്ലാം ഊറ്റിയെടുക്കുക, അവിടെ സമ്പന്നരെ സഹായിക്കുകയും ചെയ്യുക. ലീഗുമായുള്ള പഴയ ബന്ധം ഓർമ്മിച്ചായിരുന്നു വെള്ളാപ്പള്ളിയുടെ മറുപടി. കൂടെ നടന്നിട്ടും അർഹമായതൊന്നും തന്നില്ല. ഇതോടെയാണ് SNDP അകന്നത്. ഇന്ന് തന്നെ വർഗീയവാദിയാക്കാനുള്ള ശ്രമം ഈ അകൽച്ചയുടെ ഫലമാണെന്നും വെള്ളാപ്പള്ളി. BDJS മുന്നണി വിടുമോ എന്ന ചോദ്യത്തിന് വെള്ളാപ്പള്ളി നടേശന്റെ മറുപടി ഇങ്ങനെ: ഇടതുപക്ഷത്തിലേക്ക് പോകണമെന്ന് അഭിപ്രായമുള്ളൊരു വിഭാഗങ്ങളുണ്ട്, ഉണ്ട്. അതല്ലേ നിൽക്കണമെങ്കിൽ തന്നെ നിൽക്കണമെന്നുള്ള അഭിപ്രായമുണ്ട്. 10 കൊല്ലം കൂടെ നടന്നു. BDJS എന്ത് കൊടുത്തു? ഈ നടന്ന് കാല് കഴിഞ്ഞതെല്ലാം അവർക്ക് എന്നാ കിട്ടി? മുന്നണി മാറ്റം സംബന്ധിച്ച് തീരുമാനമെടുക്കേണ്ടത് BDJS എന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. 24 ആലപ്പുഴ. പ്രതിപക്ഷത്തിന്റെ കടുത്ത പ്രതിഷേധത്തിനിടയിലും തൊഴിലുറപ്പ് പദ്ധതിക്ക് പകരമായുള്ള G-Ramji ബില്ലുമായി കേന്ദ്ര സർക്കാർ മുന്നോട്ട്. നടുത്തളത്തിലിറങ്ങിയും ബില്ലുകളുടെ പകർപ്പ് കീറിയെറിഞ്ഞും ലോക്സഭയിൽ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം. अपनी बात सुना देना और फिर जवाब ना सुनना, ये लोकतांत्रिक परंपराओं को तार तार करना है, संविधान की धज्जियां उड़ाना है। और माननीय अध्यक्ष महोदय, ये बापू के आदर्शों की हत्या भी कर रहे हैं। अपनी बात सुना दो और हमारी ना सुनो, ये भी तो हिंसा है माननीय अध्यक्ष महोदय। ये बापू के आदर्शों की हिंसा करने का पाप कांग्रेस और बाकी विपक्ष कर रहे हैं. ചർച്ചകൾക്ക് കേന്ദ്ര കൃഷി മന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ മറുപടി പറയുമ്പോഴായിരുന്നു പ്രതിപക്ഷം നടുത്തളത്തിൽ ഇറങ്ങി പ്രതിഷേധിച്ച് ബഹളത്തിൽ തോൽക്കില്ലെന്നും നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ നവഭാരതം സൃഷ്ടിക്കാനാണ് ശ്രമമെന്നും മന്ത്രി പറഞ്ഞു. बापू हमारी प्रेरणा है, बापू हमारा विश्वास है और इसलिए माननीय अध्यक्ष महोदय, भारतीय जनता पार्टी ने अपनी पंच निष्ठाओं में गांधी जी के सामाजिक आर्थिक दर्शन को स्थान दिया है. हम गांधी जी. ബൽറാം നെടുങ്ങാടി വിവരങ്ങൾ നൽകും. ഡൽഹിയിൽ നിന്ന് ബൽറാം, G-Ramji ലോക്സഭ പാസാക്കി എന്നാണ് പുതിയ വിവരം അല്ലേ?
വിജയകുമാർ, ഈ ജി ബില്ല് പാസാക്കി ലോക്സഭ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പിരിഞ്ഞിരിക്കുകയാണ്. ഭേദഗതി നിർദ്ദേശങ്ങൾ വോട്ടിനിടാൻ തുടങ്ങുന്ന ഘട്ടത്തിലാണ് പ്രതിപക്ഷം പ്രതിഷേധം അവസാനിപ്പിക്കാതെ നടുത്തളത്തിൽ തന്നെ ഗാന്ധി ചിത്രങ്ങൾ ഉയർത്തിയുള്ള പ്രതിഷേധവുമായി തുടർന്നാണ് വളരെ പെട്ടെന്ന് തന്നെ നടപടികൾ പൂർത്തിയാക്കി സഭ നാളെ രാവിലെ 11 മണിവരെ പിരിയുകയായിരുന്നു. ശക്തമായ പ്രതിപക്ഷ പ്രതിഷേധത്തിനാണ് സഭാതലം സാക്ഷ്യം വഹിച്ചത്. ഈ ബില്ല് സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിട്ടേക്കും എന്ന സൂചനകളായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് സഭയിൽ ഈ ബില്ലിന് മറുപടി പറയാൻ കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ എഴുന്നേൽക്കുന്ന ഘട്ടത്തിൽ, അദ്ദേഹത്തിന്റെ പേര് വിളിച്ച ഘട്ടത്തിൽ തന്നെ KC വേണുഗോപാൽ MP ഈ ബില്ല് സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് വിടുകയോ അല്ലെങ്കിൽ സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിടുകയോ വേണമെന്നും അതാണ് സഭയുടെ പൊതുവികാരം എന്നുമാണ് അറിയിച്ചത്. എന്നാൽ അതിന് തയ്യാറായിരുന്നില്ല സ്പീക്കർ ഓം ബിർള. അദ്ദേഹം കഴിഞ്ഞ ദിവസം ആവശ്യമായ ചർച്ച ഈ ബില്ലിൽ നടന്നു. 99 അംഗങ്ങൾ അഭിപ്രായം രേഖപ്പെടുത്തി. 8 മണിക്കൂറോളം ചർച്ച നടന്നു. എല്ലാ പാർട്ടികൾക്കും തങ്ങളുടെ നിലപാടുകൾ സഭയെ അറിയിക്കാൻ അവസരം നൽകി. തുടർന്നാണ് ഈ ബില്ലിൽ ഇപ്പോൾ മന്ത്രി മറുപടി പറയുന്നത് എന്നും മന്ത്രിയുടെ മറുപടി കേൾക്കാൻ പ്രതിപക്ഷം താല്പര്യപ്പെടണമെന്നും അറിയിക്കുകയായിരുന്നു. തുടർന്നാണ് മന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ ചർച്ചയ്ക്ക് മറുപടി പറഞ്ഞത്. അദ്ദേഹം ഈ രാജ്യത്തിൻ്റെ വൈവിധ്യം, അതിൽ ഏകത്വത്തിനാണ് തങ്ങൾ ശ്രമിക്കുന്നത്. ഗ്രാമങ്ങളുടെ വികസനമാണ് ഈ ബില്ലിലൂടെ ലക്ഷ്യം വെക്കുന്നത്. മഹാത്മാഗാന്ധിയുടെ ആദർശങ്ങൾ പിന്തുടരുന്നവരാണ് BJP എന്നും അദ്ദേഹത്തിൻ്റെ സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയാണ് ഈ ബില്ല് കൊണ്ടുവരുന്നതെന്നും അറിയിച്ചു. തുടർന്ന് UPA കാലത്തും NDA കാലത്തും മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിക്കായി വകയിരുത്തിയ തുക അത് താരതമ്യം ചെയ്തുകൊണ്ട് അദ്ദേഹം സംസാരിച്ചു. ബില്ലിന്റെ പേര് മാറ്റം, പേരിൽ നിന്നും മഹാത്മാഗാന്ധിയുടെ പേര് നീക്കം ചെയ്യുന്നതിനെതിരെയായിരുന്നു കടുത്ത വിമർശനങ്ങൾ ഉയർന്നത്. എന്നാൽ ഈ ബില്ലിന് പേര് നൽകിയത് തുടക്കത്തിൽ മഹാത്മാഗാന്ധിയുടെ പേര് നൽകിയില്ല എന്നും 2009 തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് മഹാത്മാഗാന്ധിയുടെ പേര് നൽകിയത് എന്നും രാജ്യത്തെ പല പദ്ധതികൾക്കും പല സ്ഥാപനങ്ങൾക്കും മഹാത്മാഗാന്ധിയുടെ പേര് മാറ്റി നെഹ്റു കുടുംബത്തിലെ അംഗങ്ങളുടെ പേര് നൽകിയിട്ടുണ്ട് എന്നും ഒരു വികസിത രാജ്യത്തിന് വേണ്ടിയുള്ള ശ്രമമാണ് തങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്, അതിനുവേണ്ടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ സർക്കാർ ശ്രമിക്കുന്നത് എന്നും അദ്ദേഹം അറിയിക്കുകയായിരുന്നു. 20 മിനിറ്റോളം നീണ്ടുനിന്ന മറുപടി പ്രസംഗമാണ് മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അഴിമതിയെ തുടച്ചു നീക്കാനുള്ള ശ്രമമാണ് ഈ ബില്ലിലൂടെ ഉദ്ദേശിക്കുന്നത് എന്നും അദ്ദേഹം വ്യക്തമാക്കി. എന്തായാലും പ്രതിപക്ഷം ശക്തമായ പ്രതിഷേധം സഭയിൽ തുടരുകയാണ്. സഭയ്ക്ക് പുറത്തും പ്രതിഷേധം തുടരുമെന്നാണ് പ്രതിപക്ഷം വ്യക്തമാക്കുന്നത്. ഈ പ്രതിഷേധങ്ങൾക്കൊക്കെ ഇടെയാണ് ബില്ല് ലോക്സഭ പാസ്സാക്കിയിരിക്കുന്നത്. സഭ ഇന്നത്തേക്ക് പിരിയുകയും ചെയ്തു. ഇനി രാജ്യസഭയിലേക്ക് ഈ ബില്ല് അടുത്ത ദിവസം തന്നെ വരും. വലിയ പ്രതിഷേധമൊക്കെ ഉണ്ടായിരുന്നു. എങ്കിലും ആ പ്രതിഷേധത്തിനിടയിൽ കേന്ദ്ര സർക്കാർ ലോക്സഭയിൽ ജി ബിൽ പാസ്സാക്കുകയും ചെയ്തു. ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു റിപ്പോർട്ടിലേക്ക്. ആദ്യത്തെ ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA അറസ്റ്റിനുള്ള വിലക്ക് നീട്ടി. ജനുവരി 7 വരെ അറസ്റ്റിനുള്ള വിലക്ക് തുടരും. അതേസമയം അതിജീവിതയെ അധിക്ഷേപിച്ച കേസിൽ KPCC ജനറൽ സെക്രട്ടറി സന്ദീപ് വാര്യരുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ കോടതി നാളെ വിധി പറയും. വിഷ്ണു സുരേഷ് വിവരങ്ങൾ നൽകും. കൊച്ചിയിൽ നിന്ന് വിഷ്ണു, ഏത് സാഹചര്യത്തിലാണ് ഈ അറസ്റ്റിനുള്ള വിലക്ക് നീട്ടിയത്? അറസ്റ്റിനുള്ള വിലക്ക് ഒഴിവാക്കണം എന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടോ ഇന്ന്? വിജയകുമാർ, സ്വാഭാവിക നടപടിയാണ്. അതായത് സാധാരണഗതിയിൽ ബെയിൽ ആപ്ലിക്കേഷൻസ് പരിഗണിക്കുന്നത് ജസ്റ്റിസ് കെ ബാബുവിന്റെ ബെഞ്ചാണ്. പക്ഷേ ഇന്ന് ആ ബെഞ്ച് സിറ്റിംഗ് ഉണ്ടായിരുന്നില്ല. തുടർന്നാണ് 4Dയിലേക്ക് എത്തിയത്. അതായത് ബെച്ചു കുര്യന്റെ ബെഞ്ചിലേക്കാണ് രാഹുലിന്റെ ഹർജി ഇന്ന് എത്തിയത്. ആ പശ്ചാത്തലത്തിലാണ് ഇനിയിപ്പോൾ ജനുവരി 7-ാം തീയതി ഈ ഹർജി റെഗുലറായി തന്നെ പരിഗണിക്കാം എന്ന രീതിയിലേക്ക് മാറ്റിയതും. നിലവിൽ അതുവരെ രാഹുലിന്റെ അറസ്റ്റ് നേരത്തെ ഉണ്ടായിരുന്ന ഉത്തരവ് അത് നീട്ടിക്കൊടുക്കുകയും ചെയ്തത്. അതിൽ മറ്റപ്പുറത്തേക്കൊരു പ്രതിവാദത്തിലേക്കൊന്നും പോയില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വിജയകുമാർ, അറസ്റ്റിനുള്ള വിലക്ക് നീട്ടിയിരിക്കുകയാണ്. അതൊരു സ്വാഭാവിക സാങ്കേതിക നടപടി മാത്രമാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ജനുവരി 7 വരെയാണ് അറസ്റ്റിനുള്ള വിലക്ക് തുടരുന്നത്. അതിൽ പതിവ് ബെഞ്ച് ഇന്നുണ്ടായിരുന്നില്ല, മറ്റൊരു ബെഞ്ചിലേക്കാണ് വന്നത്. സ്വാഭാവിക നടപടി എന്ന് വേണം കരുതാൻ. വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. സ്ത്രീത്വത്തെ അപമാനിച്ചെന്ന കേസിൽ CPM സഹയാത്രികനും മുൻ MLAയുമായ സംവിധായകൻ PT കുഞ്ഞുമുഹമ്മദിനെതിരെ WCC. ചലച്ചിത്ര പ്രവർത്തകർക്കെതിരെ ഉണ്ടായ ലൈംഗികമായ കയ്യേറ്റം ഫെസ്റ്റിവൽ നടത്തിപ്പിൽ വന്ന വീഴ്ചയാണ്. സ്ത്രീ സുരക്ഷയ്ക്ക് പ്രാധാന്യം നൽകുന്ന സർക്കാരിൽ നിന്നും ഇക്കാര്യത്തിൽ അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്നും WCC ആവശ്യപ്പെട്ടു. അതിനിടെ PT കുഞ്ഞുമുഹമ്മദ് നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഇന്ന് പരിഗണിക്കും.
ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിലെ VC നിയമനത്തിലെ സമവായത്തിൽ സന്തോഷമുണ്ടെന്ന് സുപ്രീം കോടതി. ഗവർണർ മുഖ്യമന്ത്രി കൂടിക്കാഴ്ചയിലാണ് സമവായമെന്ന് അറ്റോർണി ജനറൽ കോടതിയെ അറിയിച്ചു. കേസിൽ ഉയർന്നു വന്ന നിയമവിഷയങ്ങൾ കോടതി തുടർന്നും പരിഗണിക്കുമെന്ന് ജസ്റ്റിസ് JB പർദിവാല വ്യക്തമാക്കി. മുഖ്യമന്ത്രി ഗവർണർ ധാരണ പ്രകാരം മുഴുവൻ സർവകലാശാലകളിലും സ്ഥിരം VC നിയമനവുമായി സർക്കാർ മുന്നോട്ട്. ഗവർണർ രൂപീകരിക്കുന്ന സെർച്ച് കമ്മിറ്റിയിലേക്ക് പ്രതിനിധികളെ അയക്കാൻ സർവകലാശാലകൾക്ക് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് നിർദ്ദേശം നൽകി. കാലിക്കറ്റ് വൈസ് ചാൻസലർ നിയമനത്തിൽ സെർച്ച് കമ്മിറ്റി പ്രതിനിധിയെ സർവകലാശാല സെനറ്റ് ഇന്ന് നൽകും. ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിലെ വൈസ് ചാൻസലർ നിയമനത്തിൽ മുഖ്യമന്ത്രിയും ഗവർണറും സമവായത്തിലെത്തിയതോടെയാണ് മറ്റ് സർവകലാശാലകളിലും സ്ഥിരം VC നിയമനത്തിന് തീരുമാനമായത്. ആദ്യ നിയമനം കാലിക്കറ്റ് സർവകലാശാലയിൽ നടക്കും. കഴിഞ്ഞ 3 തവണയും കാലിക്കറ്റ് സർവകലാശാല നിർദ്ദേശിക്കുന്ന സെർച്ച് കമ്മിറ്റി പ്രതിനിധി രാജിവെക്കുകയായിരുന്നു. പക്ഷേ ഇന്ന് സർക്കാർ നിർദ്ദേശം കൂടി അംഗീകരിച്ച് പ്രതിനിധിയെ നൽകും. പിന്നാലെ കേരളയും കണ്ണൂരിലും പ്രതിനിധികളെ നൽകും. സർക്കാരിനും ഗവർണർക്കും താല്പര്യമുള്ളവരെ പരസ്പര ധാരണയിൽ വിവിധ സർവകലാശാലകളിൽ VC-മാരായി നിയമിക്കും. ലോക്ബാൻ നിയമിച്ച ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിലെ വൈസ് ചാൻസലർമാരുമായി സർക്കാർ സഹകരിച്ച് മുന്നോട്ടു പോകും. കേരള സർവകലാശാലയിലെ താൽക്കാലിക VC ഡോക്ടർ മോഹനൻ കുന്നുമലും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയെ കാണും. സർക്കാർ ഗവർണർ ധാരണയെ ന്യായീകരിച്ച് LDF കൺവീനർ രംഗത്തെത്തി. ഭരണപരമായ നടപടിയുടെ പ്രശ്നമായതുകൊണ്ട് അത് ആ അർത്ഥത്തിലുള്ള ചില നിലപാടുകൾ ചില സമയത്ത് എടുക്കേണ്ടി, ഇത് ഒരു ദിവസം പോലും നീട്ടിവെക്കാൻ കഴിയാത്ത ചില സാഹചര്യങ്ങളൊക്കെ ചില പ്രശ്നങ്ങളിൽ വരും. രൂക്ഷമായ പരിഹാസമാണ് കാസർഗോഡ് MP രാജ്മോഹൻ ഉണ്ണിത്താൻ നടത്തിയത്. VC-യെ കയറ്റിയെ പോറ്റിയെ കയറ്റി, അതുപോലെ VC-യെ കയറ്റി ആരാ? പിണറായി വിജയൻ. ഗവർണറുമായിട്ടൊക്കെ ഉള്ള സമരമൊക്കെ വെറും. ഇനി ഭാരതാംബയൊന്നും വെച്ചോണ്ട് അവിടെ ചെന്ന് മിണ്ടിയാലുണ്ടല്ലോ, ഗവർണർ പലരും പറയും VC-യെ കയറ്റിയെ സമരം ചെമ്പായി മാറിയേ. കേരള സർവകലാശാലയിലെ രജിസ്ട്രാർ സ്ഥാനത്ത് നിന്ന് നീക്കിയ ഡോക്ടർ KS അനിൽകുമാർ ശാസ്താംകോട്ട DB കോളേജിൽ പ്രിൻസിപ്പലായി ചുമതല ഏറ്റെടുത്തു. ഉമേഷ് ബാലകൃഷ്ണൻ, 24 തിരുവനന്തപുരം. രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന ബജറ്റ് ജനുവരി 3-ാം വാരം നിയമസഭയിൽ അവതരിപ്പിക്കും. ജനപ്രിയ പ്രഖ്യാപനങ്ങൾ നടത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണത്തിലേക്ക് കടക്കാനാണ് തീരുമാനം. സർക്കാർ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണം, പങ്കാളിത്ത പെൻഷന് പകരം അഷ്വേർഡ് പെൻഷൻ പദ്ധതി എന്നിവയിൽ ബജറ്റിന് മുൻപ് തീരുമാനമുണ്ടാകും. തദ്ദേശ തെരഞ്ഞെടുപ്പിലേറ്റ തിരിച്ചടി മറികടന്ന് വീണ്ടും സർക്കാർ രൂപീകരിക്കാൻ ഉതകുന്ന തന്ത്രങ്ങളുടെ പണിപ്പുരയിലാണ് CPIM-ഉം സർക്കാരും. ക്ഷേമാനുകൂല്യങ്ങൾ നൽകിയിട്ടും തോൽവി പണഞ്ഞ സാഹചര്യത്തിൽ മധ്യവർഗത്തെ കൂടി ആകർഷിക്കുക ലക്ഷ്യമിട്ടുള്ള പ്രഖ്യാപനങ്ങളുമായി അവസാന ബജറ്റിനെ ജനപ്രിയമാക്കാനാണ് സർക്കാരിന്റെ പ്ലാൻ. ബജറ്റ് തയ്യാറാക്കാനുള്ള പ്രവർത്തനങ്ങൾക്കായി ധനമന്ത്രിയും ഉദ്യോഗസ്ഥ വൃന്ദവും തൈക്കാട് ഗസ്റ്റ് ഹൗസിലേക്ക് മാറിക്കഴിഞ്ഞു. ബജറ്റിന് മുന്നോടിയായി ധനമന്ത്രി വിവിധ വിഭാഗങ്ങളുമായി നടത്തുന്ന ചർച്ചയും തുടങ്ങിയിട്ടുണ്ട്. ജനുവരി 2-ാം വാരം ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെ നിയമസഭാ സമ്മേളനം ആരംഭിക്കും. തൊട്ടടുത്ത ആഴ്ച ബജറ്റ് അവതരിപ്പിക്കാനാണ് നീക്കം. ജനുവരി 23-ന് ബജറ്റ് അവതരണം നടത്താനാണ് ഇപ്പോഴത്തെ ധാരണ. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തോൽവിയുടെ പശ്ചാത്തലത്തിൽ ജീവനക്കാർക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കാൻ സർക്കാരിന് മേൽ വലിയ സമ്മർദ്ദമുണ്ട്. ശമ്പള പരിഷ്കരണം പ്രഖ്യാപിക്കണമെന്നതാണ് പ്രധാന ആവശ്യം. ശമ്പള പരിഷ്കരണ കമ്മീഷനെ പ്രഖ്യാപിച്ച് വേതന പരിഷ്കരണം നടത്താൻ ഇനി സമയമില്ലാത്തതിനാൽ ഉദ്യോഗസ്ഥതല സമിതിയെ നിയോഗിക്കാനാണ് നീക്കം. CPM നേതൃത്വവുമായി മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തിയ ശേഷം മന്ത്രിസഭായോഗത്തിന്റെ അനുമതിയോടെ ധനമന്ത്രി തീരുമാനം പ്രഖ്യാപിക്കും. പങ്കാളിത്ത പെൻഷന് പകരം അഷ്വേർഡ് പെൻഷൻ സ്കീം നടപ്പിലാക്കുന്ന പ്രഖ്യാപനവും വൈകാതെ ഉണ്ടാകും. പദ്ധതിയുടെ വിശദാംശങ്ങൾ സംബന്ധിച്ച് ധാരണയായിട്ടുണ്ട്. ഇടതുമുന്നണിയിൽ നിന്ന് നയപരമായ അനുമതി തേടിയ ശേഷമായിരിക്കും പ്രഖ്യാപനം. 24 തിരുവനന്തപുരം. കരൂർ ദുരന്തത്തിന് ശേഷം TVK അധ്യക്ഷൻ വിജയുടെ ആദ്യ പൊതുയോഗം ഈറോഡിൽ. DMK-ക്കെതിരെ രൂക്ഷ വിമർശനവുമായി വിജയ്. DMK നൽകിയതെല്ലാം പാഴ് വാഗ്ദാനങ്ങളാണ്. TVK-യും വിജയും എങ്ങനെ എതിർക്കാമെന്ന് മാത്രമാണ് DMK ചിന്തിക്കുന്നതെന്നും വിജയ് പറഞ്ഞു. നെടുമ്പാശ്ശേരി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എമർജൻസി ലാൻഡിംഗിനിടെ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിന്റെ ടയർ പൊട്ടിത്തെറിച്ചു. വിമാനത്തിലുണ്ടായിരുന്ന 160 യാത്രക്കാരും സുരക്ഷിതരാണ്. ജിദ്ദയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് വരികയായിരുന്ന വിമാനമാണ് അടിയന്തരമായി ഇറക്കിയത്. +160 യാത്രക്കാരുമായി പുലർച്ചെ 1:05-നാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് ജിദ്ദയിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്തത്. യാത്രാമധ്യേ വിമാനത്തിന് സാങ്കേതിക തകരാറുകൾ സംഭവിക്കുകയായിരുന്നു. ലാൻഡിംഗ് ഗിയറിന് തകരാർ സംഭവിക്കുകയും വിമാനത്തിന്റെ ഒരു ടയർ പൊട്ടുകയും ചെയ്തു. തുടർന്ന് പൈലറ്റ് അടിയന്തര ലാൻഡിംഗിന് ആവശ്യപ്പെടുകയായിരുന്നു. പൂർണ്ണസജ്ജമായ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വിമാനം ലാൻഡ് ചെയ്തു. ലാൻഡിംഗിനിടയിൽ രണ്ടാമത്തെ ടയറും പൊട്ടി. ജിദ്ദയിൽ നിന്ന് വിമാനം ടേക്ക് ഓഫ് ചെയ്യുന്നതിനിടയിൽ
എന്തോ ഒരു വസ്തു വിമാനത്തിന്റെ ടയറിൽ തട്ടിയതാണ് ടയർ പൊട്ടാൻ കാരണമെന്നാണ് എയർ ഇന്ത്യയുടെ വിശദീകരണം. ടേക്ക് ഓഫ് സമയത്ത് വലിയ ശബ്ദവും വിമാനത്തിനുള്ളിൽ കുലുക്കവും അനുഭവപ്പെട്ടിരുന്നതായും യാത്രക്കാർ പറഞ്ഞു. ടേക്ക് ഓഫ് ചെയ്യുന്നതിന് മുമ്പായിട്ട് വലിയൊരു ശബ്ദം കേട്ടു ഞങ്ങൾ. അപ്പോൾ ഞങ്ങൾ ക്യാബിൻ ക്രൂവിന് ചോദിച്ചു ഇതെന്താണ് സംഭവം. ക്യാബിൻ ക്രൂവിൽ ഒരു മലയാളി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ചോദിച്ചത് എന്താണ് സംഭവം എന്ന് വെച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഫ്ലൈറ്റ് റൺവേയിലുള്ള സിഗ്നൽ ലൈറ്റിന് മുകളിൽ കയറിയതെന്ന് പറഞ്ഞു. അപ്പോഴും ഞങ്ങൾ കൂടുതൽ ആൾ പറഞ്ഞു അല്ല അത് ടയർ പൊട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞു ടയറൊന്നും പൊട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ക്യാബിൻ ക്രൂവിനും പൈലറ്റിനൊന്നും മനസ്സിലായിട്ടില്ല ടയർ പൊട്ടി വരാം. മറ്റൊരു വിമാനം ക്രമീകരിച്ചു നൽകണമെന്നാവശ്യപ്പെട്ട് വിമാനത്താവളത്തിൽ യാത്രക്കാർ പ്രതിഷേധിച്ചു. മുഴുവനും യാത്രക്കാരെയും റോഡ് മാർഗം കരിപ്പൂരിലെത്തിക്കും. യാത്രക്കാരുമായി 5 ബസ്സുകൾ കരിപ്പൂരിലേക്ക് പുറപ്പെട്ടു. വിമാനത്തിന്റെ വിശദമായ സാങ്കേതിക പരിശോധന നടന്നുവരികയാണ്. 24 കൊച്ചി. സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ ഇന്ത്യയും ഒമാനും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യ ഒമാൻ ബിസിനസ് ഫോറത്തിൽ ഇരു രാജ്യങ്ങളിലെയും ബിസിനസ് പ്രമുഖരെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. സുൽത്താൻ ഹൈതം ബിൻ താരിഖുമായി മോദി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. സന്ദർശനത്തിൽ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവയ്ക്കും. 2 പതിറ്റാണ്ടിനിടെ ഒമാൻ മറ്റൊരു രാജ്യവുമായി ഒപ്പിടുന്ന ആദ്യ സ്വതന്ത്ര വ്യാപാര കരാറാണിത്. ഇന്ത്യയിലെ 98% ഉൽപ്പന്നങ്ങൾക്കും ഒമാനിലേക്ക് നികുതിരഹിത പ്രവേശനം കരാറിലൂടെ ഉറപ്പാകും. ശരണം സന്നിധാനം. ശരണം സന്നിധാനം co-powered by രമേശ് RG നല്ലെണ്ണ. ആർജിക്കാം നല്ലൊരു പ്രാർത്ഥനാശീലം. കളർ മങ്ങാത്ത വൃത്തി. ലേക്ക് റോൾ കാർ ഷാംപൂ. തരിതരിയായ GRB നെയ്. പ്യുവറാണ്, അത് ഷുവറാണ്. co-sponsored by BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. ശബരിമല മണ്ഡലകാല തീർത്ഥാടനം 1 മാസം പിന്നിടുമ്പോൾ ആകെ വരുമാനം 210 കോടി രൂപ. ഇതിൽ 106 കോടി രൂപ അരവണ വിൽപ്പനയിലൂടെയാണ് ലഭിച്ചത്. ഇന്ന് ഉച്ചവരെ ശബരിമലയിൽ ദർശനം നടത്തിയവരുടെ എണ്ണം 1,00,000 കടന്നു. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ എന്യൂമറേഷൻ ജോലികൾ ഇന്ന് അവസാനിക്കും. 23-ാം തീയതി കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കും. 24 ലക്ഷത്തിലധികം പേർ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തായി. വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ആദ്യഘട്ടമായ എന്യൂമറേഷൻ നടപടികൾ അവസാനിക്കുന്നു. 23-നാണ് കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുക. തുടർന്ന് 1 മാസം പരാതികൾ സമർപ്പിക്കാൻ അവസരമുണ്ട്. രാഷ്ട്രീയ പാർട്ടികളുടെ ആവശ്യമനുസരിച്ചാണ് ഒഴിവാക്കിയവരുടെ പട്ടിക ASD ലിസ്റ്റ് എന്ന നിലയിൽ പ്രസിദ്ധീകരിച്ചത്. എന്നാൽ ചില സ്ഥലങ്ങളിലും സോഷ്യൽ മീഡിയയിലുമെല്ലാം ASD പട്ടിക കരട് വോട്ടർ പട്ടിക എന്ന നിലയിൽ പ്രചരിപ്പിക്കുന്നു. ഇതിനെതിരെ നടപടിയുണ്ടാകുമെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ മുന്നറിയിപ്പ് നൽകി. കുറേ ആൾക്കാർ അതിന് മിസ്യൂസ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് നമുക്ക് കിട്ടിയ ഒരു ഇൻഫർമേഷൻ. അതൊരു ഫേക്ക് ന്യൂസ് ആയിട്ട് കുറേ ആൾക്കാർ ഇത് തന്നെയാണ് ഫൈനൽ ലിസ്റ്റ് എന്നുള്ള വിധത്തിൽ സോഷ്യൽ മീഡിയയിലെ പ്രചരണം വന്നതായിട്ട് നമുക്കൊരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. നമ്മൾ എന്തായാലും സൈബർ പോലീസിനടുത്ത് അത് ടേക്കപ്പ് ചെയ്യുന്നുണ്ട് കാര്യങ്ങൾ. പക്ഷേ താങ്കൾ എല്ലാവരോടും എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് നമ്മുടെ ഡ്രാഫ്റ്റ് റോള് പബ്ലിഷ് ചെയ്യാൻ പോകുന്നത് അത് 23-ാം തീയതി ഡിസംബർ ആയിരിക്കും. 24,81,000-ലധികം പേരെയാണ് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ മരിച്ചത് 6,49,000 പേരും കണ്ടെത്താൻ കഴിയാത്തവർ 6,89,000 പേരും താമസം മാറിയ 8,21,000 പേരും ഉൾപ്പെടുന്നു. ഫോം കൈപ്പറ്റാൻ വിസമ്മതിച്ചവരെ ഇന്നു തന്നെ ഒന്നുകൂടി BLOമാർ ബന്ധപ്പെടുമെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പറഞ്ഞു. 24 തിരുവനന്തപുരം.